വിജയ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഒരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ട് പോകും. അതായത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. വാർത്തയല്ല, ഒരു സോഷ്യൽ മീഡിയ അഭ്യൂഹമാണ്. സോഷ്യൽ മീഡിയയിലാണ് ഇത് ആദ്യം പൊട്ടി പുറപ്പെട്ടത്. കാരണം നമ്മുടെ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻ ഖാൻ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഈ ഇമ്രാൻ ഖാൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ വാർത്തയാക്കി. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ മിതത്വം പാലിച്ചു. കാരണം ഇതൊരു സോഷ്യൽ മീഡിയ റിപ്പോർട്ടാണ്. അപ്പോൾ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള നാടകങ്ങൾ വന്നതാണ്. ഇതിനു മുമ്പ് ഇമ്രാൻഖാൻ 2 തവണ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അയാൾ ജീവനോട് കൂടെ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നത് ഇമ്രാൻഖാനെ ജയിലിൽ അടിച്ചു കൊന്നു എന്നാണ് പറയുന്നത്. തെഹ്രീക്കെ ഇൻസാഫ് വലിയ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ പോരാത്തതിന് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് പുതിയൊരു ലീഡർ അവിടെ നിന്നും ഉദയം കൊള്ളുകയാണ്, തെഹ്രീക്കെ ഇൻസാഫിൽ, ഇമ്രാൻഖാന്റെ സഹോദരി. അപ്പൊ അവരെ മുടിക്കുത്തിന് പിടിച്ച് നട്ട് റോഡിലൂടെ വലിച്ചഴയ്ക്കുന്ന വാർത്തയൊക്കെ വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ് പാകിസ്ഥാനിലും. അപ്പൊ ഇമ്രാൻഖാൻ മരിച്ചു എന്ന ഈ വാർത്ത പുറത്തു വരുമ്പോൾ അതിന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വാർത്ത ചെയ്യാത്തത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ വന്ന്. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഇത്ര വലിയൊരു വാർത്ത വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന്. അപ്പൊ അതിന് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നത്തെ മെയിൻ വാർത്ത അതാണ്. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ ഒരു വലിയ തിരിച്ചടി, അതായത് വ്യോമാക്രമണം നടത്തി അവിടെ 9 കുട്ടികളെയും ഒരു സ്ത്രീയെയും കൊല്ലപ്പെടുത്തുന്ന ഒരു വാർത്ത നമ്മൾ കൊടുത്തതാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇതിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താലിബാൻ ഇപ്പോ സർവ്വശക്തിയും എടുത്ത് തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഷഹബാസ് ഷെരീഫിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് പാകിസ്ഥാനിലോട്ടുള്ള വ്യോമാതിർത്തി അവർ സമ്പൂർണ്ണമായിട്ടും അടച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. പാകിസ്ഥാനിലുള്ള വ്യോമാതിർത്തി അടയ്ക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയായിരിക്കും എന്നറിയാമോ? അന്താരാഷ്ട്ര ചരക്ക്, അതൊന്ന്. പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഹജ്ജ് റൂട്ടുകളെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുണ്ട്. പക്ഷെ ഇതിന് വ്യക്തമായിട്ടുള്ള കാരണമൊന്നും താലിബാൻ നൽകിയിട്ടില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ വളരെയധികം വിജിലന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഏത് നിമിഷവും ഒരു ആക്രമണം, ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ വ്യോമസേനയെ തന്നെയാണ് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ പാകിസ്ഥാന്റെ വ്യോമസേനയെ തയ്യാറാക്കി നിർത്തുമ്പോഴും അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് താലിബാന്റെ അടി വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കഴിഞ്ഞ അടിയിൽ രാത്രി താലിബാൻ ഈ ദുരന്ത ലൈനിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഇരച്ചു കയറി വലിയ ആക്രമണം നടത്തുകയായിരുന്നു. അത് പാകിസ്ഥാനിൽ ഒരുപാട് അതിർത്തി കയറി വന്നിട്ടാണ് താലിബാൻ ആക്രമണം നടത്തിയത്. പല ആൾക്കാരെയും കൊന്നു തള്ളുന്ന കാഴ്ച. അപ്പോ വ്യോമസേനയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വ്യോമസേന വരണമെന്ന് പറഞ്ഞപ്പോൾ വ്യോമസേന തലവൻ പറഞ്ഞത് ഇപ്പൊ നമുക്ക് വ്യോമസേന ഇറക്കാൻ കഴിയില്ല. കാരണം താലിബാൻ ഇപ്പൊ നിൽക്കുന്നത് പാകിസ്ഥാനകത്താണ്. ഇപ്പം അവിടെ ബോംബ് കൊണ്ട് വർഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാകിസ്ഥാനിൽ തന്നെ ബോംബിടുന്ന ഒരു അവസ്ഥയായി പോകും. അപ്പൊ അത് സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വളരെ ബുദ്ധിപൂർവ്വമാണ് ഇവർ വ്യോമസേനയെ നിർവീര്യമാക്കിക്കൊണ്ട് താലിബാൻ ആക്രമണം നടത്തുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഭയപ്പെടുകയാണ്. ഇപ്പൊ എന്തായിരിക്കും ഇവരുടെ ഒരു ആക്രമണം, എങ്ങനെയായിരിക്കും ഇത് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? അതുകൊണ്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് നിലവിൽ പാകിസ്ഥാനിൽ എന്നുള്ളത് കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എന്തായിരിക്കും താലിബാൻ നടത്താൻ പോകുന്ന ആക്രമണം? ആ താലിബാൻ ഓൾറെഡി അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. അസീം മുനീറിന്റെ കാര്യത്തിൽ തന്നെ ഇന്ത്യൻ അതിർത്തി വരെ ഓടിച്ചിട്ട് അടിക്കുമെന്ന്. അതിനിടയിലാണ് ഇമ്രാൻഖാൻ മരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്ന് ബലൂചിസ്ഥാൻ അവിടെ നിന്ന് വാർത്ത കുറിപ്പിറക്കുന്നത്. ബലൂചിസ്ഥാൻ ഇറക്കിയിരിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബലൂചിസ്ഥാൻ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ 4 പാടും പാകിസ്ഥാനെ വളഞ്ഞിട്ട് അടിക്കാനുള്ള ഒരു പരിപാടിയാണ് പാകിസ്ഥാൻ നിലവിൽ വിചാരിക്കുന്നത്. എന്ത് സംഭവിക്കും? ഇത് ഇന്നലെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ജീവിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവർ യുദ്ധം ജയിക്കുന്നതും രാജ്യങ്ങൾ കീഴ്പ്പെടുത്തുന്നതുമെല്ലാം സോഷ്യൽ മീഡിയയിലെ മീമുകളിലൂടെയാണ്. നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മുടെ വിമാനം തകരുന്നതൊക്കെ അവർ സോഷ്യൽ മീഡിയ AI ഉപയോഗിച്ചിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്തൊക്കെ അവർ കാണിച്ചിരുന്നു. അപ്പോ ഇത് ഈ ഇന്നലെ ആ വാർത്ത വന്നപ്പോ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിരുന്നു, അതെന്താ നിങ്ങൾ കൊടുക്കാഞ്ഞെന്ന് ചോദിച്ചു. കാരണം ഇത് അഫ്ഗാൻ ട്വിറ്റർ ഹാൻഡിലുകളിലും ഓൺലൈൻസിലുമാണ് ആദ്യം വരുന്നത്. പിന്നീടാണ് ഇത് ബലൂചിസ്ഥാന്റെ ലിബറേഷൻ ആർമിയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഇത് ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. ഫോട്ടോ സഹിതമാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് സ്വാഭാവികമായിട്ട് മാധ്യമങ്ങൾ ഇതിപ്പോ സ്പീഡ് ന്യൂസുകളുടെ കാലമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും അത് ബ്രേക്ക് ചെയ്യും, സ്വാഭാവികം. പക്ഷെ ഈ ഇമ്രാൻഖാൻ ഒരിക്കൽ മരിച്ചതാ. 2022 അദ്ദേഹത്തിന് വെടിയേറ്റു, ജയിലിൽ വെച്ച് മർദ്ദനമേറ്റു എന്നുകൊണ്ട് വെടിയേറ്റു എന്ന് 2 രീതിയിലുണ്ട്. ഇദ്ദേഹത്തെ വളരെ സീരിയസ് ആയിട്ട് ഗുരുതരമായ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു, മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പാകിസ്ഥാൻ കത്തുന്ന പ്രതിഷേധം ഉണ്ടായി അന്ന്. അത് ഒരിക്കൽ മരിച്ചു. പിന്നീട് സ്ഥിരീകരണം വന്നു, അദ്ദേഹം മരിച്ചിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇമ്രാൻഖാൻ തന്നെ പത്രക്കുറിപ്പൊക്കെ ഇറക്കി പുള്ളി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് വന്നു. ജയിലിനുള്ളിൽ തന്നെ ചികിത്സയും കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥത ഉണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതാണ് ആ ഒരു വാർത്ത. അങ്ങനെ പുള്ളി വീണ്ടും പുനർജനിച്ചു, മരിച്ചയാള് വീണ്ടും ജനിച്ചു. അപ്പൊ അങ്ങനെ ആ ഒരു മരണത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. അന്ന് കൊന്നതാണ് എല്ലാവരും കൂടെ 2022. പിന്നെ ഒരു വലിയ മരണം അദ്ദേഹത്തിന് സംഭവിക്കുന്നത് ഇന്നലെയാണ്, കഴിഞ്ഞ ദിവസം. വീണ്ടും അദ്ദേഹം മരിക്കുകയാണ്. അപ്പോ ആ മരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു നാടകം അവിടെ അരങ്ങേറുന്ന എന്ന് വെച്ച് കഴിഞ്ഞാല് ഇമ്രാൻഖാൻ വളരെ കാലമായി, ഏതാണ്ട് ഒരു 2 വർഷത്തിലടുത്തായി ഇപ്പൊ അദ്ദേഹം ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. അവരുടെ പാർട്ടിയുടെ മുഖവും തലവനുമാണ്.
വളരെ പെട്ടെന്ന് തന്നെ പാകിസ്ഥാനിലെ ജനപ്രീതി ആർജിച്ച് കയറി വന്ന് പ്രധാനമന്ത്രി പദം പോലും എത്തിയ ഒരു നേതാവ് കൂടിയാണ്. പാകിസ്ഥാനിൽ സാധാരണഗതിയിൽ പ്രധാനമന്ത്രിമാരെ പദവി ഒഴിയുമ്പോൾ നാട് വിടുകയാണ് പതിവ്. കാരണം അവിടെ നിൽക്കാൻ കഴിയില്ല, ഒന്നുകിൽ അവരെ കൊന്നുകളയും, ഇല്ലെങ്കിൽ അവരെ പിടിച്ച് അകത്താക്കും. ഏതായാലും ഇമ്രാൻഖാൻ നാട് വിടാൻ തയ്യാറായില്ല. പക്ഷെ സംഭവിക്കേണ്ടത് സംഭവിച്ചു, ചരിത്രം മാറിയില്ല. ഇമ്രാൻഖാൻ അകത്തുപോയി, ജയിലിനകത്തുപോയി. ഇമ്രാൻഖാൻ അകത്ത് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ പാർട്ടി ഇൻസാഫ് പാർട്ടി വലിയ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾ വ്യാപകമായി തന്നെ പാകിസ്ഥാനിൽ സംഘടിപ്പിച്ചു വരികയായിരുന്നു. ഇപ്പോൾ അതിന്റെ നേതൃനിരയിലേക്ക് ഇമ്രാൻഖാന്റെ സഹോദരിമാർ രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ്. ഏതാണ്ട് 4-5 സഹോദരിമാരുണ്ട്. ഇവർ രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനകത്ത് സഹോദരിമാര് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തി. ഇതിനിടയിലാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിനൊക്കെ ഈ ഒരു മരണവാർത്ത കൂടി വരുന്നത്. ഈ മരണവാർത്ത പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം വന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന സഹോദരിമാര് ഇദ്ദേഹത്തെ ജയിലിൽ ചെന്ന് കാണാൻ ഒരു അനുമതി ചോദിക്കുന്നു. അനുമതി പാക് ഭരണകൂടം നൽകുന്നില്ല. കാരണം ഇതിൽ കൂടെ ഒരു ഒരു എൻട്രി ആണ് ഈ ഇമ്രാൻഖാന്റെ സഹോദരിമാര് പ്രതീക്ഷിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ എൻട്രി, ഒരു മാസ് എൻട്രി വേണം അവർക്ക്. കാരണം അവരതിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് ഏറ്റെടുക്കും. ഇമ്രാൻഖാന്റെ സഹോദരിമാർ അതിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അതൊരു മാസ്സായിട്ടൊരു എൻട്രി ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു ഒരു പഞ്ച് കിട്ടൂ. അത് സിനിമയിലും ആയാലും പൊളിറ്റിക്സ് ആയാലും എല്ലാത്തിലും ഒരു കാര്യം തന്നെ ഉള്ളൂ. അപ്പം അതിനും കൂടെ വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ അവിടെ ചെല്ലുന്നു, ഞങ്ങളുടെ സഹോദരനെ കാണണമെന്ന് പറയുന്നു, അവരനുവദിക്കുന്നില്ല. അതിനുശേഷം ഈ സഹോദരിമാരെല്ലാം കൂടി വരുന്നു. ജയിലിന് പുറത്ത് കുത്തിയിരിപ്പ് സമരം തുടങ്ങുന്നു. ഇവർ കുത്തിയിരിക്കുന്നത് അറിഞ്ഞ് ആയിരക്കണക്കിന് വരുന്ന ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ പല ഭാഗത്തുനിന്നും ഒഴുകിയെത്തുന്നു. അങ്ങനെ അവിടെ ഒരു കലാപത്തിന്റെ തൊട്ടു മുമ്പുള്ള ഒരു അന്തരീക്ഷം അവിടെ കളമൊരുങ്ങുന്നു. ഇതിനിടയിലാണ് പെട്ടെന്ന് തന്നെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറയുന്നു. അതായത് ഇമ്രാൻഖാൻ മരിച്ചു, ബോഡി പോലും കാണാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ പ്രചരണം നടക്കുന്നു. അത് ലോകമെമ്പാടും നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ നൽകി, മലയാള മാധ്യമങ്ങൾ നൽകി, എല്ലാവരും നൽകി. അപ്പൊ വലിയ രീതിയിൽ അത് പ്രചരണം വരുന്നു. ഈ പ്രചരണം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് പാകിസ്ഥാൻ ഭയപ്പെട്ടു. കാരണം ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ നില അത്ര സുഖകരമായിട്ടൊരു പോക്കല്ല. എവിടുന്ന് എന്താ സംഭവിക്കുന്നത് പിടുത്തമില്ല. അപ്പോഴാണ് ഈ ഇവന്മാരോട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആകപ്പാടെ കുളവായി പോകും. ഈ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് തന്നെ ഈ സഹോദരിമാർക്ക് ഒരു അനുവാദം കൊടുക്കുകയാണ്. വരൂ, കാണാം. ഇന്നും ഈ വരുന്ന ചൊവ്വാഴ്ചയുമായിട്ട് 2 ദിവസമായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോണം. അതായത് ഇത്രയും സഹോദരിമാരും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആരൊക്കെയാന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് കുറച്ചുപേർ ഇപ്പൊ കാണുക, കുറച്ചുപേർ അപ്പോൾ കാണുക. ഇതോടുകൂടി വീണ്ടും ഇമ്രാൻഖാൻ പുനർജനിച്ചു. 2ാമത്തെ മരണത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു. ഇതാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ ഈ ഒരു സംഭവത്തോടു കൂടി അവിടുത്തെ ഒരു നേതൃനിരയിലേക്ക് ഇമ്രാൻഖാന്റെ ഒരു സഹോദരി എത്തി. അതാണ് നേരത്തെ ധനുഷ് പറഞ്ഞ മുടിയിൽ കുത്തിപ്പിടിച്ച് ഇങ്ങനെ അവിടുത്തെ പോലീസുകാര് ഇടിക്കുന്ന ഒരു സീൻ, തെരുവിലൂടെ വലിച്ചഴക്കുന്നു. ഇതോടുകൂടി ഈ പാർട്ടിയുടെ, കാരണം ഇമ്രാൻഖാൻ ജയിലിലാണ്, ഈ പാർട്ടി നയിക്കുന്നതിൻ്റെക്ക് അദ്ദേഹത്തിന്റെ സഹോദരി ആ പദവിയിലേക്ക് എത്തുന്നു എന്ന് തന്നെ എല്ലായിടത്തും പൊളിറ്റിക്സ് ഏകദേശം സെയിം ആണല്ലേ. അതായത് പൊളിറ്റിക്കൽ ലീഡേഴ്സിന് ഒരു എൻട്രി കിട്ടണമെങ്കിൽ ഒരു പഞ്ച് വേണം. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ജയലളിത പൊളിറ്റിക്കൽ എൻട്രി നടത്തിയല്ലോ. MGRന്റെ ശവശരീരത്തിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അന്ന് അയാളുടെ ബന്ധുക്കളെല്ലാം കൂടെ ജയലളിതയെ പിടിച്ച് താഴെയിട്ട് വലിച്ചഴച്ച് മുടിക്കുത്തിന് പിടിച്ച് വലിച്ചഴക്കുന്ന ഒരു അങ്ങനെയാണല്ലോ ജയലളിത എന്ന് പറയുന്ന നേതാവ് ജനിക്കുന്നത്. അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് അതിനോടൊരു റിസംബ്ലൻസ് തോന്നി. ഇതൊരു ഡ്രമാറ്റിക് സാധനമാണ്. ജയലളിത നിയമസഭയ്ക്കകത്ത് വെച്ചിട്ട് മറ്റേ DMKയുടെ ഗുണ്ടകൾ, അതൊരു പേര് ഞാൻ പറഞ്ഞു, ഒരു വലിയ ഗുണ്ടകൾ, പുള്ളി ആനപ്പുറത്താ സത്യപ്രതിജ്ഞയ്ക്ക് വരുന്നത്, ആനപ്പുറത്താ വരുന്നത്. പുള്ളിയുടെ 10 കയ്യിലും മോതിരമുണ്ട്. അപ്പൊ ഈ മോതിരം എന്തിനായിട്ടിരിക്കുന്ന ഒരു അലങ്കാരത്തിനല്ല, ആക്രമിക്കാൻ കൂടിയാണ്. ഈ എതിരാളികളെ പുള്ളി ഈ മോതിരം ഇട്ട കൈ കൊണ്ടാണ് ഇട്ടിച്ച് പഞ്ചറാക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഉൾപ്പെടെ നിയമസഭയിൽ പഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ ജയലളിത ഇട്ടു. അന്ന് ജയലളിതയുടെ ശബ്ദമാണ് ഈ മുടി ഞാൻ കെട്ടില്ല, അധികാരത്തിൽ വന്നാലേ കെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഈ പുരാണങ്ങളിലായാലും രാഷ്ട്രീയത്തിലായാലും ഒക്കെ പാഞ്ചാലിയുടെ ആ നടന്ന വസ്ത്രാക്ഷേപത്തിന് ഈക്വൽ ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ മുടിയെ പിടിച്ച് ഇടിക്കുന്നതും ആ മുടി ഉലഞ്ഞു പോകുന്നതും അതിൽ നിന്നും ഉയരുന്ന പ്രതികാരാഗ്നിയും ഒക്കെ നല്ല ഒരു കൊമേഴ്സ്യൽ ഫിലിമിന്റെ ഒരു എൻട്രിയാണ് ഇതിനകത്തെല്ലാം. സെയിം സാധനം തന്നെയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ വേർഷൻ ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പാകിസ്ഥാനിലേക്ക് വരുന്നു. അവിടെ നിന്ന് ഈ ഇമ്രാൻഖാന്റെ സഹോദരി ഇങ്ങനെ വരുന്നു. പെട്ടെന്ന് തന്നെ ഇവർ മീഡിയയിലെല്ലാം ഇവർ നിറഞ്ഞു നിൽക്കും. അപ്പൊ ഇനി മുതലുള്ള ഈ പാർട്ടിയുടെ മുന്നണി പോരാളിയായിട്ട് ഇമ്രാൻഖാന്റെ സഹോദരി എൻട്രി ചെയ്യുകയാണ്. ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ നഷ്ടക്കച്ചവടമല്ല, വൻ ലാഭം തന്നെയാണ്. ഫണ്ട് വരുന്ന വഴി ഒരുപാട് സ്ഥലത്തുനിന്നില്ല, വിദേശ രാജ്യങ്ങളിൽ അടക്കമുള്ള ഫണ്ടുകൾ വരുന്ന ഒരു സംഭവമാണ്.
പിന്നെ കിട്ടുന്ന ഒരു മൈലേജ്, ഇതൊക്കെ അതിനകത്തുണ്ട്. ഇമ്രാൻഖാന്റെ ജനപ്രീതി ഇത്രയും നാളായിട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. സാധാരണഗതിയിൽ അദ്ദേഹം ഈ ജയിലിനുള്ളിൽ ആയിട്ട് പോലും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആത്മവീര്യം തകർന്നില്ല, അദ്ദേഹത്തിനോടുള്ള ഇമേജിന് കോട്ടം തട്ടിയിട്ടില്ല, അദ്ദേഹത്തിന്റെ പിന്തുണയ്ക്ക് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിന്റെ തൊട്ടു മുൻപിൽ ഒരു അഫ്ഗാൻ സ്വദേശി നടത്തിയ വെടിവെപ്പിൽ 2 സൈനികർക്ക് ഗുരുതര പരിക്കേറ്റിരിക്കുന്നു. അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറുക എന്നുള്ള ട്രംപിന്റെ വലിയ മോഹത്തിന് ആക്കം കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു സംഭവമായിരുന്നു വൈറ്റ് ഹൗസ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് പോലെ തന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥിരാകേന്ദ്രമാണല്ലോ, ഭരണ സ്ഥിരാകേന്ദ്രമാണ്. അതിന്റെ വൈറ്റ് ഹൗസിലാണ്, അതിന് മുമ്പിലാണ് വെടിവെപ്പ് നടന്നിരിക്കുന്നത്. ഒരു അഫ്ഗാൻ പൗരനാണ്. സ്വാഭാവികമായി തന്നെ അമേരിക്ക കണക്കുള്ള ഒരു ലോക പോലീസ് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. അദ്ദേഹം അതിനുശേഷം തന്നെ പറഞ്ഞു, അഫ്ഗാനിസ്ഥാൻ ഒരു നരകമാണ് എന്നുള്ള ഒരു പ്രസ്താവനയോടുകൂടിയാണ് നമ്മുടെ ശ്രീമാൻ ട്രംപ് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. അപ്പൊ ട്രംപിന് ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു വരാനുള്ള ഒരു നല്ല എൻട്രിയാണ് ഇപ്പോൾ നടന്ന സംഭവം എന്ന് പറയാം. ഇതെല്ലാം കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ പൊടുന്നനെ അവരുടെ വ്യോമപാത അടച്ചിരിക്കുന്നത്. ഈ വ്യോമപാത അടയ്ക്കുമ്പോൾ കുറെ ദുരിതങ്ങൾ മറ്റു പല രാജ്യങ്ങൾക്കും ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഹജ്ജിന്റെ ഒരു സമയമൊക്കെ വരുമ്പോൾ ഈ അവിടെ പോകാനൊക്കെ ആയിട്ടുള്ള വിമാന കമ്പനികളൊക്കെ പേര് ചുറ്റുവളഞ്ഞു പോകേണ്ടി വരും, ചാർജൊക്കെ വല്ലാതെ കൂടേണ്ട സാഹചര്യം വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വ്യോമപാത അടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ ഈ അതിർത്തി ലംഘിച്ച് വരുന്ന ഏത് വിമാനത്തിന് വെടിവെച്ച് വീഴ്ത്താൻ പറ്റും. കാരണം വ്യോമപാത അടച്ചിരിക്കുന്നിടത്ത് പിന്നെ കടന്നുകയറ്റമാണ് പിന്നുള്ളത്. അതായത് ഇനി പാകിസ്ഥാന്റെ ഭാഗത്തൊരു മൂവ്മെന്റ് ഉണ്ടാകരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ആ നടപടി. അത് മാത്രവുമല്ല, താലിബാന്റെ ഒക്കെ ഒരു ആക്രമണ രീതി എന്ന് പറഞ്ഞാല് മറ്റു രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നത് പോലെ അല്ല അവർ യുദ്ധം ചെയ്യുന്നത്. കാരണം അവരുടെ സൈനികർ പാകിസ്ഥാനിലുണ്ട്. സൈനികർ ഏതാണ്, താലിബാൻ ഏതാണ്, സൈനികർ ഏതാണ്, ആളുകൾ ഏതാണ്, സിവിലിയൻസ് ഏതാണെന്നൊന്നും അറിയാൻ മേലാത്തൊരു അവസ്ഥയിലാണല്ലോ ഈ പാകിസ്ഥാനിലും പിന്നെ അഫ്ഗാനിസ്ഥാനിലും. അവരുടെ യൂണിഫോം തന്നെ നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ മറ്റേ ഈ കുർത്ത പൈജാമയൊക്കെ ഇട്ട് ഒരു ഷാൾ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഭീകരന്മാരാണ്. നമ്മൾ ഇത് ഭീകരനല്ല, ഇത് സൈന്യം. അപ്പൊ അപ്പുറത്ത് കണ്ടത് അത് ഭീകരൻ. ഇത് ഭീകരൻ ഏതാ സൈന്യം ഏതാന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. 2 കൂട്ടരുടെ കയ്യിൽ ഇതേ പിടിച്ചിട്ട് നടക്കുന്നതാണ്. അപ്പൊ ഇവര് തെഹ്രിക്കെ താലിബാൻ എന്ന് പറയുന്ന ഒരു സംഘടന, അതായത് താലിബാന്റെ ബ്രാഞ്ചായ സംഘടന പാകിസ്ഥാനിൽ തന്നെ ശക്തമാണ്. അപ്പൊ പാകിസ്ഥാനിനുള്ളിൽ നടക്കുന്ന തുടർ സ്ഫോടനങ്ങൾ നമ്മൾ കണ്ടതാണ്. അവര് ഒരു മാസം മുമ്പായതെന്ന് തോന്നുന്നു. അതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മൾ ന്യൂസ് ഇന്ത്യ മേളം കൊടുത്തതാ. അവര് കടന്നു കയറുന്നു, അഫ്ഗാനിസ്ഥാന്റെ ഈ താലിബാൻ സേന കടന്നു കയറുന്നു. പാകിസ്ഥാന്റെ ആളുകളൊക്കെ സൈനിക പോസ്റ്റിൽ ജീവനും കൊണ്ട് പരക്കം പായുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത് 2 പ്രശ്നമുണ്ട് ഇതിനകത്ത്. കാരണം ഇന്ത്യയോട് ആക്രമിക്കുന്നത് പോലെ പാകിസ്ഥാനിലെ ജനം ഒറ്റക്കെട്ടായിട്ട് പാക് ഭരണകൂടത്തിന്റെ കൂടെ നിൽക്കില്ല അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കാൻ. കാരണം ഇതെല്ലാം നമ്മുടെ ആളുകളാണ്. അതാണ് അതിന്റെ പ്രശ്നം. നമ്മുടെ ആളുകളായതുകൊണ്ട് അതിനകത്ത് ഒരുപാട് പൊളിറ്റിക്കലായിട്ടുണ്ട്, മതപരമായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒറ്റ സാധനമേ ഉള്ളൂ, കാഫിറാണ്, അടിക്കാം. എല്ലാവരും ഒറ്റക്കെട്ടാണ്. പക്ഷെ ഇത് ഒറ്റക്കെട്ടല്ല. കാരണം ഒരു ഭാഗത്ത് ഇമ്രാൻഖാന്റെ പാർട്ടിക്കാരുണ്ടാക്കുന്ന പുകല്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടെൻഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാകണം ഇമ്രാൻഖാന്റെ സഹോദരിമാർക്ക് പൊടുന്നനെ ഒരു പെർമിഷൻ ഇപ്പൊ ഇമ്രാൻഖാനെ കാണാൻ കൊടുത്തിരിക്കുന്നത്. കാരണം പണ്ടാരം ഇതെങ്കിലും തീർന്നോട്ടെ, ഇവരെങ്കിലും സമാധാനപ്പെട്ട് പോവാണ്. അത്ര ശല്യം കുറഞ്ഞു കിട്ടിയില്ലേ. ഇവരെ തടയാനുള്ള പോലീസിനെ പട്ടാളത്തിനൊക്കെ അവിടെ നിർത്തിട്ട് എങ്ങോട്ടെങ്കിലും ഇവർക്ക് വിന്യസിക്കാൻ കഴിയുമല്ലോ. ഈ ഒരു സാഹചര്യമാണ് ഇവർ കാണുന്നത്. അതായത് അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, സ്ത്രീകളെയും കുട്ടികളെയുമാണ് നിങ്ങൾ കൊന്നത്, അത് മറക്കാനോ പൊറുക്കാനോ കഴിയില്ല, ഇതിന് ഞങ്ങൾ തിരിച്ചടി നൽകും. കാരണം നിങ്ങൾ ഈ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഇത് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ തന്നെ അതിർത്തി കടന്ന്, അതായത് അതിർത്തിക്കുള്ളിൽ തന്നെ സ്ഫോടനങ്ങളോ ഇല്ലെങ്കിൽ വലിയ അറ്റാക്കുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനിടെ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്ത കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. വീണ്ടും നമ്മുടെ ജാഫർ എക്സ്പ്രസിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായിരുന്നു. ജാഫർ എക്സ്പ്രസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിരി വരും. ഇത് കേൾക്കുമ്പോൾ സാധാരണപ്പെട്ടവർ ചോദിക്കും, ഈ പാകിസ്ഥാൻ ഈ ട്രെയിൻ ഇട്ടിരിക്കുന്നത് തന്നെ ആക്രമിക്കാൻ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കും. ഭീകരവാദികളുടെ ഒരു ഹോബിയാണ് ഈ ജാഫർ എക്സ്പ്രസ് ആക്രമിക്കുക. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 7 തവണ അത് ആക്രമിക്കപ്പെട്ടത്. വഴിയെ പോകുന്നതിനും വയ്യാവിലേക്ക് കൈവെക്കുന്ന ഒരു ട്രെയിനായിട്ട് ജാഫർ എക്സ്പ്രസ് മാറി. കഴിഞ്ഞ ദിവസവും ഭീകരന്മാര് ജാഫർ എക്സ്പ്രസിന് നേരെ വെടിയുതിർത്തു. ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോഴും ആ വണ്ടി ഓടിക്കൊണ്ട്, എനിക്ക് പാകിസ്ഥാൻ ഇതിനു വേണ്ടി തന്നെ ഇട്ടിരിക്കുന്ന ഒരു സാധനമാണിത്. പക്ഷെ ഇത് പോകുന്നത് ബലൂചിസ്ഥാൻ ഏരിയയിലേക്കാണ് പോകുന്നത്. ഒരു ട്രെയിനേ ഉള്ളൂ. അതാണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ അത് മിക്കവാറും ഒക്കെ പട്ടാളക്കാരാണ്. ലീവ് കഴിഞ്ഞ് പോകുന്നവരും ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് ജോയിൻ ചെയ്യാൻ പോകുന്നവരൊക്കെ പട്ടാളക്കാരാണ്. അതാണ് ഇതിന്റെ ലക്ഷ്യം വെക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതെ. ഏതായാലും ജാഫർ എക്സ്പ്രസും ഈ കഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ജാഫർ എക്സ്പ്രസ് ഇല്ലാത്ത ഒരു സംഭവം പാകിസ്ഥാനിൽ ഇല്ല. അതാണ് ഇതിന്റെ ഒരു സംഭവം. അപ്പം അതും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും അധികം വൈകാതെ തന്നെ അതൊരു യുദ്ധത്തിന്റെ ഘട്ടത്തിലേക്ക് പോകും. കാരണം ഇപ്പൊ ട്രംപും കൂടി ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പോ ട്രംപിന് രഹസ്യമായിട്ടൊന്നും പാകിസ്ഥാനെ സഹായിക്കേണ്ട ആവശ്യമില്ല.
കാരണം അവർക്ക് ഓൾറെഡി ഇപ്പൊ അവരുടെ കാരണമായി കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനികളാണ്, അഫ്ഗാനിസ്ഥാനികളാണ് അവിടെ ആക്രമണം, ഭീകരാക്രമണം എന്നാണ് JD വാൻസ് പറഞ്ഞിരിക്കുന്നത്, വൈസ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ഭീകരാക്രമണം, അതിന്റെ സാധ്യതകളാണ് ഞങ്ങൾ പരിശോധിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ആ പേരും പറഞ്ഞ് പുള്ളിക്ക് ഇപ്പൊ നേരിട്ട് വരാം ട്രംപിന്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഹാപ്പിയാണ് ആ സാധനം. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു മേഖലയിലെ പഴയതുപോലെ അല്ല അവസ്ഥ. റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെ കൂടെ ട്രംപിന് കണക്കിലെടുക്കേണ്ടതായി വരും. പണ്ടത്തേതുപോലെ വന്നു കയറി മേഞ്ഞിട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ട്രംപ് എന്ത് നിലപാടാണ് എടുക്കുന്നത്, എന്ത് നടപടി എടുക്കും, അതോ താരിഫ് കാണിച്ചുകൊണ്ട് അതായത് സമാധാനത്തിൽ പോകുമോ, അതിന് മറ്റെന്തെങ്കിലും അത്ഭുതം കാണിക്കുമോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും.